pilakale, tila pilakilale. Ala pilakale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Olale, olale, pila 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 pilakilale. Ala pilakale, tila pilakilale. Ala pilakale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Olale, olale, pila 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 pilakilale. Ala pilakale, tila pilakilale. Ala pilakale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. Ala kalimale, tila pilakilale. കഥ ആരംഭിക്കുന്നത് കൊല്ലവർഷം 1498-ലാണ്. കേരളത്തെ ലക്ഷ്യമാക്കി വരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ. കപ്പൽ വരുന്നതും കാത്ത് ഒരു ജനക്കൂട്ടം നിൽക്കുന്നുണ്ട്. കൂട്ടത്തിന്റെ മധ്യത്തിലായി അന്ന് മധ്യ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമാൻ കുണ്ടമങ്കടവ് ശ്രീമൂലാം മഹാരാജാവും പരിവാരങ്ങളും പോർച്ചുഗീസ് കപ്പലിനെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നു. ആ പോർച്ചുഗീസ് കപ്പൽ തീരത്തടുക്കുകയാണ്. കപ്പലിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാരെ രാജാവും പരിവാരങ്ങളും ചേർന്ന് രാജകൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. സൽക്കാരപ്രിയനായ ശ്രീമാൻ ശ്രീമൂലാം മഹാരാജാവ് പോർച്ചുഗീസ് രാജാവിനെ പ്രീതിപ്പെടുത്താനായി ആ നാട്ടിലെ തലക്കാണി മൂപ്പനെ കൊണ്ട് അതീവ രഹസ്യക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ സ്വാദിഷ്ടമായ സോമരസം അവർക്കായി ഉണ്ടാക്കുവാനായി കൽപ്പന നൽകി. താനുണ്ടാക്കിയ സോമരസത്തിൽ നിന്നും ഒരു കുപ്പി തന്റെ ചെറുമകനോട് സൂക്ഷിക്കുവാൻ പറഞ്ഞ് ബാക്കി 2 കുപ്പികളുമായി മൂപ്പൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. സോമരസത്തിൽ നിന്നും ആദ്യത്തെ 2 ഗ്ലാസ് അകത്താക്കിയതിനു ശേഷം അതിന്റെ രുചി ഇഷ്ടപ്പെട്ട പോർച്ചുഗീസുകാർ അളവ് നോക്കാതെ വീണ്ടും വീണ്ടും സോമരസം വാരി മോന്തി. ഉന്മാദാവസ്ഥയിലായ പോർച്ചുഗീസുകാർ ശ്രീമാൻ ശ്രീമൂലാം മഹാരാജാവിന്റെ സദസ്സിനോട് അപമര്യാദയോടെ പെരുമാറാൻ തുടങ്ങുകയും അതിനെതിർത്ത് മഹാരാജാവിനെയും കൂട്ടരെയും ആക്രമിക്കാൻ പോർച്ചുഗീസ് രാജാവ് തന്റെ ഭാഷയിൽ ഉത്തരവിട്ടു. അതിനിടയിൽ പോർച്ചുഗീസ് രാജാവ് മൂപ്പന്റെ കയ്യിൽ നിന്നും ബാക്കി വന്ന സോമരസത്തിന്റെ കുപ്പി തട്ടിപ്പറിക്കുകയും ഇനി ലോകത്തിൽ മറ്റാരും ഈ വിശിഷ്ട സോമരസം സേവിക്കരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പന്റെ ശിരസിന് നേരെ നിറയൊഴിച്ചു. അതിനുശേഷം അവർ മധ്യ തിരുവിതാംകൂറിലെ ഓരോ നാട്ടുരാജ്യങ്ങളും ഒന്നൊന്നായി പിടിച്ചടക്കി. തങ്ങൾക്ക് കിട്ടിയ ഈ സോമരസമാണ് എല്ലാ വിജയത്തിനും പിന്നിൽ എന്ന് കരുതി പോർച്ചുഗീസുകാർ തിരികെ നാട്ടിലേക്ക് മടങ്ങി. കൂടെ കേരളത്തിന്റെ ഒട്ടുമിക്ക സമ്പത്തിനെയും അവർ കടൽ കടത്തി. ഒരു വശത്ത് പോർച്ചുഗീസുകാർ ഈ സോമരസ കുപ്പിയാണ് എല്ലാ സൗഭാഗ്യങ്ങളുടെയും കാരണമെന്ന് വിശ്വസിക്കുമ്പോൾ, മറുവശത്ത് തങ്ങളുടെ കുലത്തിന് തന്നെ നാശം വിതച്ച ഈ സോമരസ കുപ്പി ഒരു ശാപമായി കരുതുന്നുണ്ടെങ്കിലും തലക്കാണി മൂപ്പന്റെ ഓർമ്മയ്ക്കായി ഇന്നും തലമുറ തലമുറയായി അവർ അത് കൈമാറി സൂക്ഷിച്ചു വരുന്നു. എന്നിട്ട് ആ 3ാമത്തെ കുപ്പി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വലിയ ഡോന്റെ കയ്യിൽ കിട്ടുവാണ്. അവിടെയാണ് നമ്മുടെ പടത്തിന്റെ ട്വിസ്റ്റ്. ഒരു 50 കോടിക്ക് പുല്ലുമല്ലേ തീർക്കാൻ സാർ. കൊള്ളാലോ. എന്താ നിന്റെ പേര്? ബേസിൽ കഞ്ഞിക്കുഴി. നല്ല പേര്. പറ, നിന്റെ പ്രശ്നം എന്തേ? അവന്റെ ഒരു രാജാവ്, സോമം, രസം എന്നേക്കടാ. ഇറങ്ങണ പുറത്ത്. അങ്ങനെയാണ് സിഗരറ്റിനെ വെച്ചിട്ട് കഥ ഓൾറെഡി എടുത്തടേ സാർ. എന്നാ കഞ്ചാവായാലോ? ഇറങ്ങടാ സാർ. കൊക്കൈനെങ്കിലും ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പൊണ്ടമുട്ടിക്ക് ഒരു അടികാരൻ സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? ശരിയാവൂല.
നിങ്ങളെയും കൊണ്ട് വന്നപ്പോഴേ ഞാൻ ഓർത്തോ ഇതും ശരിയാവും. പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു? എടാ എന്ത് പറഞ്ഞെന്ന്? തമിഴ് മുഖം തന്നെ മാഷെ. അപ്പൊ ഉയർന്ന ചിന്താഗതി. അതൊന്നും അല്ല, നിനക്കെന്നെ വെച്ച് പടം ചെയ്യാനുള്ള യോഗമല്ലേ? അതാ മിണ്ടിപ്പോരുത്. ദൈവമേ, സ്റ്റാർട്ട് ആവണേ. അങ്ങയുടെ ഒരു സെപ്റ്റംബർ സിനിമാസ്. ഇതിന് ആക്സിലേറ്ററും ഇല്ലേ? ആ ബ്രേക്ക് ചെയ്ത് കാലെടുക്കും. വിളിച്ചു നോക്കട്ടെ. ആരെ? നമ്മുടെ സന്തോഷവനെ. കുക്കോലയാ? അങ്ങേരെ ഇവനെ നീ താരതമ്യം ചെയ്ത് കേട്ടാ. അങ്ങേരെ ഞാൻ നിന്നെ തുപ്പിക്കൊല്ലും. ഹലോ കഞ്ഞിക്കുഴി, ഞാനൊരല്പം ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. ആ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്തേ, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ആവശ്യത്തിന് മുങ്ങിയിരിക്കണേ. എവിടെയാന്ന് പറയണം. ഹലോ, ഞാനോ? വലിയ തുറയുണ്ട്, അങ്ങോട്ട് വരാം. വന്നോളൂ വന്നോളൂ വന്നോളൂ. ശരി രാജാവേ. അമ്പോ മോഡ ഫോട്ടോഷൂട്ട് ആകുന്നു. കുട്ടി ചിന്ന ചിൻ ഡൗൺ, ഐസ് ഓപ്പൺ, സ്മൈൽ. യെസ്, വെരി ഗുഡ് ഗായ്. വൗ, വാട്ട് എ ലൈറ്റിംഗ്, വാട്ട് എ ഫോട്ടോഗ്രാഫി. വെൽ ഡൺ മൈ ബോയ്. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുവാ. എന്തിന്? എന്തിനാ ഫോട്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോടാ, ഒന്ന് കാണട്ടാ. ഇവിടെ ഫോട്ടോ എടുത്തു പോരാ. അതെന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ മതി. കുക്കോ ഫോട്ടോഗ്രാഫി. 800 ലൈക്സ് ഉള്ള പേജാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലടാ മോനെ? ഇൻസ്റ്റാഗ്രാമോ? ആ. ചാളെ വിറ്റടക്കണ പള്ളക്ക് ഇൻസ്റ്റാഗ്രാം. അയ്യോ, കൊണ്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി രാവിലെ. ഓലം വെച്ച പോലെ ഡേ. എന്തായി ഡേ? നടേശൻ മലയാളി എന്ത് പറഞ്ഞു? നടേശൻ ഞാനാണ് സിനിമോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഓക്കെ അടിച്ചു കാണുമല്ലോ. ഡ്രൈവർ വണ്ടി എടുക്കൂ എടുക്കൂ. വിട്ടോ വിട്ടോ വിട്ടോ. ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, കുക്കോ ഫോട്ടോഗ്രാഫി. അവര് ന്യൂ ഇയറിന്റെ ആവശ്യം തുടങ്ങി. പിന്നെ നമുക്ക് തുടങ്ങണ്ടേ? നമ്മളിങ്ങനെ തുഴഞ്ഞു നടന്നേ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്ന് റെഡിയാക്കി. ഇതോ മാഷെ, നാളെ പുതിയൊരു വർഷം തുടങ്ങിയാണ്. അതിന് അടുത്ത അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുക. ബാലതാരമാവാൻ വന്നതാ. അടുത്ത വർഷം നിന്റെ കാണുന്ന ഒരു പടത്തിൽ അഭിനയിക്കും, ഹിറ്റും ആവും. അമ്പോ, ഈ പറച്ചിൽ മാത്രം പോരാ, ഇതൊക്കെ ചെയ്ത് കാണിക്കണേ. കാണിക്കും. ആമാ മാറ്. അഭിനയിച്ചില്ലേലും വേണ്ടില്ല, മാമനടിക്കല്ലേ. നീ ക്യൂ വേണ്ട, പൈസ എന്റെ കയറിയിടും. അല്ല, സാറിന് ഫോട്ടോഷൂട്ടിന് പോയിട്ടൊന്നും കിട്ടിയില്ലേ? അതൊരു പാവം കൊച്ചായിരുന്നേ. അവളുടെ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലേ. അല്ല നിങ്ങളേലൊന്നും കൊണ്ട് ഒലക്ക ഒഴുങ്ങിയത്. ഈ വർഷം എല്ലാവരും നൂറ് ആവശ്യിക്കും, നമ്മൾ മാത്രം പൂജ്യമായിരിക്കും പ്രകടനം. അല്ലെങ്കിൽ നീയൊക്കെ ഉജ്ജ്വലമാണല്ലോ. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വന്നിരിക്കുന്നത് എൻ്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ ഇല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ്. പക്ഷെ അത് ഇപ്പോഴല്ല, നാളെ ന്യൂ ഇയർ അല്ലേ. സോ കൃത്യം 11:50 ഞാൻ വീണ്ടും ലൈവിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിപ്ലൈ ഞാൻ കൃത്യം 12 മണിക്ക് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്തൊരു പ്രശ്നമുണ്ട് കേട്ടാ. എങ്കിലും ഉളപ്പം നടിയാണ്. ഇരിക്കട്ടെ, എന്റെ വകൊരു ഹൃദയം. ഹലോ ഡോൺ സാറേ, ഇവിടെ എല്ലാം റെഡിയാണ്. സാറിങ്ങി വന്നിട്ടാ മതി. സാധനം സേഫ് അല്ലേ? ഛേ, ഇത് എന്തിനാ പറയണത്? ഈ കുണ്ടാങ്ങട് രവിരെ സാധനം പോകുന്നതാണെന്ന് തോന്നണുണ്ടാ? അങ്ങനെയാണെങ്കിൽ ആ, we'll meet tonight. ഓ You wait at the airport and
ടേക്ക് കെയർ ഓഫ് മൈ പാർട്ണർ. ഓക്കെ, ബൈ. അല്ല ഡോൺ സാറേ, നമ്മുടെ ഡീലിന്റെ കാര്യം അതിലൊരു മാറ്റവുമില്ല. ബൈ. ആ ആ ഇത്തവണ കാലക്കും. ഡോൺ. ഏത് അണ്ണനെ പോലെയാ? ഞാൻ വെറും ക്ലേ, ഇത് ഡോൺ, ഒരു ഒന്നൊന്നര ഡോൺ. बॉस वो आ गया. I'll call you later. $200 crores deal, huh? പക്ഷേ ഈ ഇടയായിട്ട് നമ്മളെ ഡോൺ സാറിന് സമയം വളരെ മോശം. വെരി ഉഗ്ലി ടൈപ്പ്. My deal, my plan. क्या देख रहा है बे? उसकी माँ की कलम. $200 crores deal, huh? You Spanish idiot. You bloody white. Oh my gosh. Oh, I'm so sorry. എന്നിട്ട് എന്തിനാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഡോൺ സാറ് ഒരു പോർച്ചുഗീസ് ജോത്സ്യനെ പരിചയപ്പെടുന്നത്. എന്തിനാണ് അവന്റെ പേര്? ഛേ, ഒറാങ്കുട്ടൻ അല്ലല്ല, ഛേ, റംബൂട്ടാൻ. Amacito, asimala koha, no sahana, lo simalaha, esiko mahana, asperito, mama dira. Asperito, mama dira. ഈ സുനയാണ് റംബൂട്ടാൻ പറഞ്ഞ വായിക്കൊള്ളാത്ത ആ സാധനം. ഇതെടുക്കാനാണ് ഡോൺ ഇവിടെ വരണത്. അതിന് പകരം എനിക്ക് തരുന്നത് 50 കോടി രൂപയുടെ ഡീല്. അപ്പൊ ഇതിൽ ലാഭം ആർക്കാണ് വേണ്ടേ? ആ, കറക്റ്റ്. ഈ കുപ്പി എങ്ങനെ കളയുന്നു വർഷങ്ങളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഈ കുപ്പിയുടെ ചരിത്രം നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? എടാ, ഇത് അടിക്കലാമ പുഴുത്ത് പണ്ടാരം അടങ്ങി പോവും. അതിനെയാണ് ഈ പുണ്ണാക്കെ എനിക്ക് 50 കോടി രൂപ എന്ന് കൊണ്ടുപോകാൻ പോണത്. എങ്ങനെയുണ്ട്? എന്തൊരു പണ്ടനാവനല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അളിയാ കുമ്പിടിച്ചാപ്പി, ഞാനാണ്. എടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എടാ, ഈ സമയത്ത് നീ അല്ലാതെ വേറെ ആരില്ലാന്ന് നിനക്കറിയാലോ. അത് ഞാൻ തരും. ആ, പിന്നെ ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ നടക്കുള്ളൂ. നിനക്കറിയാലോ അത്.
പ്ലീസ് 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 ഞാൻ തരാം. തേച്ച് ആ പ്രതീക്ഷയും പോയി. അവൻ എന്താ പറഞ്ഞേ? ഞാനൊരു 2000 രൂപ കൊടുക്കണ്ടേ, അതിന് 1000 രൂപ എടുത്ത് അടിച്ചോളാൻ പറഞ്ഞു. ആ എന്നാ പിന്നെ 1000 ഇട്. അത് ശരിയാവില്ല. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കാനുള്ള 2000 പിന്നെ ഇപ്പൊ എടുക്കണ 1000 ചേർത്ത് 3000 രൂപ ഞാൻ കൊടുക്കേണ്ടി വരില്ലേ? നിങ്ങളൊന്നാണെങ്കിൽ ഷെയറും തരില്ല. അത് ശരിയാ. കറക്റ്റാണ്. ഇതും തേഞ്ഞ സ്ഥിതിക്ക് പ്ലാൻ ബി എന്താണത്? GNPC. അത് പൊളിച്ച്. അതൊന്നും വേണ്ട, ചുമ്മാ നാണക്കേട്. നീ അടിക്കുന്നുണ്ടോ? എടാ മോത്തെ പറ. അപ്പൊ കുറച്ച് നാണക്കേടേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ. ബിജു, ഇതിനെ പെരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങൾ വേണം അറിയില്ല ഏട്ടാ. എന്തൊക്കെ സീനുകളുണ്ട് ഇതിനകത്ത്. എന്റെ അമ്മോ, ഫീലിംഗ് അവസ്ഥ. ഡിയർ GNPC ബ്രദേഴ്സ്. ശരിയടേ, ചൊക്കനും അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഓ, ന്യൂ ഇയർ. നിങ്ങളെല്ലാവരും മദ്യലഹരിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ 3 പേർ ഒരു തുള്ളി മദ്യത്തിനായി ഇവിടെ അലയുകയാണ്. സഹായിക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരിക. ബിജു, വണ്ടി ഇറേ, നമുക്ക് അവന്മാരിക്ക് ഒരു ഫുള്ള് വാങ്ങിച്ചു കൊടുക്കാം. പാവം അതെന്നാ ഡോൺ സാറിപ്പിങ്ങത്തും. ഓ, അത് ശരിയാണല്ലേ. ഛേ, പാവം പൈലുകള് എന്ന് സ്നേഹപൂർവ്വം പച്ചക്ക് ബേസില് കുക്കോ രോഹിണിയാ പാവം പെണ്ണ്. അമ്പോ, ഡോൺ വിളിക്കുന്നു. ഹലോ ഡോൺ സാറേ, നമ്മളിവിടെ എയർപോർട്ടിന്റെ വെളിയിലുണ്ട്. ഓക്കെ, കം ഇൻസൈഡ്. ഓക്കെ വണ്ടി ഇറങ്ങാം അങ്ങോട്ട്. ശരിയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ നീ അനുഭവിക്കണം. എങ്കിലേ നിനക്ക് സ്വർഗം ലഭിക്കൂ. എന്നോട് ക്ഷമിച്ചൂടെ? എന്നെ കൊല്ലരുത്. അതിന് നിന്നെ ഞാൻ കൊല്ലുന്നില്ലല്ലോ. നീ ആത്മഹത്യ ചെയ്യല്ലേ? ഡെപ്പി ഇറങ്ങണേ. നിന്റെ മുണിക്സൊക്കെ എടുത്താണ്. കൊള്ളാം നന്നായിട്ടുണ്ട്. അല്ല ചേട്ടാ, നമ്മുടെ ഫ്ലാറ്റിലെ ഇതൊക്കെ ആയിട്ട് ഈ സിനിമക്കാരൊന്നുമില്ലേ കേക്ക് കട്ട് ചെയ്യാൻ? നമ്മുടെ ഫ്ലാറ്റിലെ സെലിബ്രിറ്റി ഉള്ളപ്പോ എന്തിനാടാ വെളിയിൽ നിന്ന് സിനിമ? അത് ശരിയാ ചേട്ടാ. 12 മണിക്ക് ഡയനത്തും കേക്കും കട്ടി. എടേ, സെലിബ്രിറ്റി മാത്രമല്ല, എന്റെ പാട്ടുമുണ്ട്. അത് കൂടെ കണ്ടിട്ട് നീ പോവും. ആ സിനിമക്കാരൻ വരെ കഴുപ്പണം കേട്ടോ മരത്ത് പറഞ്ഞിരിക്കണം. കഴിഞ്ഞ ഓണത്തെ പോലെ വന്ന് എൻ്റെ അടുത്ത് വല്ല കോണ അടിച്ചു കഴിഞ്ഞാൽ എന്റെ സോം മാറും. അവസാനം ഞാൻ സെക്രട്ടറി ആണെന്ന് നോക്കുന്നില്ല. താൻ ടെൻഷൻ അടിക്കണ്ട. അവരുടെ കാര്യം പ്രസിഡന്റാണ് ഞാൻ പറഞ്ഞത്. ഏറ്റെടു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ നോക്കിക്കോ കാര്യങ്ങൾ. പങ്കുവിൻ്റെ ഒരു കാര്യം. നിന്റെ അച്ഛൻ ന്യൂ ഇയർ മദ്യമില്ല. ന്യൂ ഇയർ മദ്യം ഒരു പൈൻ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും, കാശുണ്ടാ എന്നാ കിട്ടും. ഡേ കഞ്ഞിക്കുഴി, നീ ആ GNPC പോസ്റ്റ് വല്ല കമന്റ് വന്നോ നോക്ക്.
ഫേസ്ബുക്ക് ഡേ കൊള്ളാലോ. 2000 ചില്ലുവാനും ലൈക്സും 500 കമന്റ്സും. ആണോ? വായിച്ചൊക്കെ ഗുണമുള്ള വല്ലതും ഉണ്ടാ? മച്ചാന്മാര് നിങ്ങൾ ഇന്ന് ദുബായിക്ക് വാ, നമുക്ക് പൊളിക്കാം. ദുബായിലേക്ക് അവനോട് ടിക്കറ്റിനുള്ള കാശും കൂടെ തരാൻ പറഞ്ഞു. അവന്റെ ഒരു ദുബായ്. നീ ആ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കടാ. എറണാകുളം, പത്തനാപുരം, ഓക്കെ, കൊയിലാണ്ടി. കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. വായിക്ക്. നമ്മുടെ ഫ്ലാറ്റിലെ പങ്കുജാക്ഷൻ നീയൊക്കെ കുപ്പി കിട്ടാതെ മുടിയുമെടാ തെണ്ടികളെ എന്നാവും കമന്റ് തെണ്ടികൾ. ദൈവമേ, അവൻ തൊലഞ്ഞ്. പിന്നെ പ്രായല്ലേ, ആദ്യം കുപ്പി ഇട്ടു നോക്കട്ടെ. മാഷെ, നമുക്ക് ആ പഴയ കുപ്പിയും പിന്നെ ആ പ്ലാസ്റ്റിക് പൊട്ടിയ വാട്ടയെല്ലാം കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ കുപ്പി ഇട്ടു. ഇനി എന്ത് ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഒരു റബ്ബർ ബാൻഡും വാങ്ങിച്ച് വലിച്ചോണ്ടിരിക്കുക. ബീവറേജ് കുത്തി പൊളിക്കാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. രണ്ടെണ്ണം അടിക്കാനുള്ള വഴിയുണ്ടോ നോക്കി ചാറ്റ്. പിന്നെ എവിടെ നിർത്തടിക്കാൻ? നിർത്തണം. എടാ, എന്താ അവള് പറയോ എന്നെ ഇപ്പൊ കാണണോന്ന്? എന്നാലും 1000 മേടിച്ചില്ല, നമുക്ക് പൊളിക്കാൻ ചോദിക്കായിരുന്നു. എന്ത്? പക്ഷെ നമ്മള് താജി പോവാന്ന് ഞാൻ അവളോട് പറഞ്ഞു. സോമദ്രോഹി. ഇവൻ അറിഞ്ഞിട്ട പേരാണ് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി. വാ, അപ്പൊ പോവല്ലേ? എങ്ങോട്ട്? എന്തായാലും നമ്മുടെ പരിപാടി ഒന്നും നടക്കില്ല. ഉള്ള സമയത്ത് അവിടെ പോയി ഉയരൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാം. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കനായ ശ്രീമാൻ പങ്കുജാക്ഷൻ, അതായത് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു എവർഗ്രീൻ ഗാനം ശ്രീമാൻ വിനീത് ശ്രീനിവാസിൽ നിന്നും കട്ടെടുത്ത ആ പഴയ സുന്ദര പ്രണയഗാനം നിങ്ങൾക്കായി നിങ്ങളുടെ സ്വന്തം പങ്കു ഒരിക്കൽ കൂടി ആലപിക്കുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവുനി തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറന്നു വേണ്ടി എന്റെ കൂട്ടുകാര. ഇതിന് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ആ മുണ്ടനിട്ടൊരു പണി കൊടുക്കണം. അല്ലെങ്കിൽ വരുവാ. നല്ല പാട്ടുണ്ട്. നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ അലമ്പുണ്ടാക്കാത്ത സ്ഥലം കലാക്കടാ. മര്യാദ പോലീസിനെ വിളിക്കും. പോലീസിന് ഭയങ്കര പേടിയാണ്. വിട്ടുപോ. നമ്മള് പോട്ടെ കാണണം. എവിടുത്തെ ഡോണത് കായണ്ടിപ്പോയാല് ആ നടൻ സിദ്ദിഖിൻ്റെ കൂടി പറഞ്ഞിട്ട് ഇവന്റെ തലയിലൊരു വിഗ് വാങ്ങിച്ചു വെച്ചു കൊടുക്കണം. എന്നിട്ട് കുനിച്ചേർത്തിൽ ആപ്പുറം നോക്കി 2 ഇടി. Where's my bottle? ബോട്ടിൽ Bottle. ഇങ്ങനെ ഒരു കുപ്പി നിന്റെ അമ്മൂമ്മയുടെ കാലത്ത് കണ്ടു കാണും.
ഇവനെന്തൊരു കുപ്പിയുടെ അടുത്ത് പ്രാമോ കുപ്പിയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന रंबूटान ने बॉटल मिलने के बाद उसको फोन करने के लिए बोला था ना। ആര്യത്തോ ഇന്ന് റംബൂട്ടാൻ ബ്ലെസ് മീ റംബൂട്ടാൻ. എന്റെ പാട്ടിക്കാം മാവോ ദി ഫെറോ. ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, വെള്ളാണിയിലുള്ള Have it night 12 o'clock 3 o'clock in between. Okay? Okay. ഇതെന്തൊരു ഗുളിയെ? Maudi Firo, Maudi Firo. മാവോ ദി ഫെറോ, മാവോ ദി ഫെറോ. മാവോദി ഫിറോയ്ക്കുണ്ടായവനാണെന്ന് തോന്നുന്നത്. മൈ ലക്ക്. സാറേ, പോണ വഴിക്ക് നമുക്കൊന്ന് വീട്ടിൽ കയറിയിട്ട് പോവാം. സാറ് വരുമെന്ന് പറഞ്ഞ് ഭാര്യ എന്തിനൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് ഡീലും സൈൻ ചെയ്യാം. എങ്ങനെ ഇരിക്കും? നല്ലതായിരിക്കില്ലേ? ഓക്കെ. ആ ഡേ ബിജു, വണ്ടി വീട്ടിലോട്ട് വിടാം. എന്റെ മാഷ ഒന്നും ചവിട്ടി വിട്. എത്ര നേരം ഒന്നും പറയാം എന്റെ മുത്ത് വെയിറ്റ് ചെയ്യണേ. ഓ കണ്ടടാ ഓടി. പോക്കോക്കടാ 1500 കിലോമീറ്റർ സ്പീഡിൽ ആ വണ്ടിയുടെ ബാക്കിൽ വല്യപ്പന്റെ ഉണ്ടായിരുന്നു പൊന്നു മോനെ. ഒരു പൊടിക്ക് കുറയ്ക്കോ ഈ തള്ളു. എന്തിനാണ് ആച്ചാനെ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, കിടക്കട്ടെ. തള്ളാൻ വേണ്ടി മാത്രം തിരിച്ചു. നിർത്ത്. എവിടെയാണ്? രണ്ടെണ്ണം കണ്ണൂർന്ന് കാണ്. എന്തു വലിയ വീട്. കിട്ടില്ല വീട്. ഈ കഞ്ഞിക്കുഴിക്ക് ഇത്രയും വരും. ഇപ്പം സീൻ സ്ലോ മോഷൻ ആവും കേട്ടോ. ഫ്രണ്ട്സ് പെട്ടെന്ന് തിരിച്ചു വരാം. പെട്ടെന്ന് തിരിച്ചു വരാം. ചാച്ചനല്ലേ? സമ്മതിക്കും. ആ സൈഡ് വഴി കൂടെ വാ. ഓക്കെ. ഹലോ, എങ്ങോടാ? അങ്ങോട്ട് എന്തിന്? ചാച്ചനെ മുത്തിന് കാണാൻ. ഞാനാണ് ചാച്ചൻ. ഓ അങ്ങനെയായില്ലേ? മുത്തിനെ കാണാൻ വന്നേക്കുന്നു. ആരെങ്കിലും വന്നോണ്ടല്ലോ ഞങ്ങളെ പട്ടി പറയും. പറയണ്ട. പട്ടി പറയും. അവന്റെ നോക്ക് കഞ്ഞിക്കുഴി. ദൈവമേ, മൂക്കിക്കൂടെ ശ്വാസം എടുത്തു വിടാൻ മടിയുള്ളവരാണ്. കാരണം കയറ്റം കണ്ട ഇനി എന്തിനാ അവിടെ വെക്കുന്നത്? ബാബുവാ, നമുക്ക് കള്ളിനുള്ള പരിപാടി നോക്കാം. കള്ളിനുള്ള പരിപാടി. അച്ഛനും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ചാച്ചൻ വന്നത് മുത്തിനെ കാണാനല്ലേ, അല്ലാണ്ട് അച്ഛനെ കാണാനല്ലോ. അല്ല, ന്യൂ ഇയർ ആയിട്ട് ചാച്ചന് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഇവിടെ വേഗം താ. ഹാപ്പി ന്യൂ ഇയർ ചാച്ച. അയ്യോ അച്ഛൻ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ല, പോയിക്കോ, വിളിക്കാം. അതും ഇനിയിപ്പ അവന്മാരോട് എന്ത് തള്ളും? ഒരച്ഛൻ. ഡോൺ സാറേ, ചക്കയപ്പം, ഉണ്ണിയപ്പം, അച്ചപ്പം, നെയ്യപ്പം, കുടലപ്പം. ചക്കയപ്പമാണ് ഉഗ്രൻ, കഴിക്കണം. ഇത് പിന്നെ പഴം അറിയാല്ലേ? ഡാനിയ മസിലോട് ജയിക്കാതെ ഒരു ചക്കപ്പം എടുത്ത് കയറ്റ്. ആ, ഇതെന്റെ മോള് തന്നെ. അയ്യോ, തൊലി മാറ്റിട്ട് കഴിക്കണം. എവള് ജനിച്ചതിന് ശേഷമാണ് ഈ കാണുന്ന എല്ലാം എനിക്കുണ്ടായത്.
എന്റെ ഐശ്വര്യ ദേവത. ബിജു ആടാ അവിടെ എന്താടാ വെള്ളം? പിള്ള ചെല്ല്. गंदा कर दिया साला. ഒന്നുമില്ല അവിടെ പായലുകൾ പടക്കം പിടിച്ചതായിരിക്കും. എന്ത് രാമരാരും ചത്ത? നീ പോ. Thank you. Nice. നിന്റെ നൈസ് ഞാൻ ചവിട്ടി കൂട്ടി. കേറിപ്പൊടി മൂദേവി. വണ്ടി പോയ കടലാസെല്ലാം ഇങ്ങനെ എടുത്തുണ്ടോ? ഇരിക്കി. ഡോൺ സാറിനെ ഇപ്പൊ കണ്ട സിനിമയുടെ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നത്. ടൈം ക്യാ ഹുവാ? 8:30 ബോസ്. മമ്മൂട്ടി അല്ലടാ നീ, മരപ്പട്ടിയാണ്. വീടൊക്കെ എങ്ങനെയുണ്ട് സാർ? ഇവന് ചെവി കേട്ടൂടെ? ഡോൺ സാറ് പറഞ്ഞ പേപ്പറുകളെല്ലാം ഇതിനകത്തുണ്ട്. ഒന്ന് ഒപ്പിട്ട് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. साला तेरी माँ की മൂവ്മെന്റ് വേണം. സ്പാനിഷ് അടി വാങ്ങിത്തന്നു, ഇപ്പൊ ട്രിവാൻഡ്രത്തിൽ അടി വാങ്ങിത്തരാൻ പോകും. മാർക്കിലാകാം പാകാം. 50 crores, just 50 crores for my lucky bottle. My luck is going to come back. Take it. എന്റെ തലക്കാണി മൂപ്പാ. മാവതി ഫെറോ. വായി നോക്കി നിൽക്കാതെ വാടേ. Where's your wife? Wife? In house. Call her. So. Wow, nice name. Really like the hospitality, and the food is too good. Especially, what is that? Boss, chakeppo. Yeah, appam. I really like to appam. Nani appam tina ninimar. Very tasty appam. Ravi, you're a very lucky man. Sir. Hot salad. നിനക്ക് ആ കാട്ടുമാക്കനെ വേണോ അതോ എന്നെ വേണോ? ഞാൻ പോയിട്ട് വരട്ടെ, നിനക്ക് വെച്ചിട്ടുണ്ട്. കയറി പൊടിയത്ത് കള്ളറായല്. പിന്നെ ഈ അപ്പ അത്ര കൊള്ളൂലെന്ന് നിന്റെ ഡോണിനോട് ഹിന്ദിയിൽ പറഞ്ഞല്ലേ കേട്ടാ? എന്നെ കളഞ്ഞിട്ട് പോരുത്. കേറട്ട് കേറട്ട്. हम नहीं तोड़ेंगे तोड़ेंगे हम मगर എന്തിനാ പറ്റിയെന്ന मेरा बॉटल किधर है? ബോട്ടിൽ ഞാൻ അണ്ട അതിലോട്ടല്ലേ വന്നു. मेरा बॉटल किधर है? ഇവിടെ വെച്ച സാധനം പിന്നെ ഇവിടെ പോയി. ഇവിടെ ഉണ്ടാ ഇല്ല, അത് പിന്നെ ഇവിടെ പോയി. നോക്കട്ടെ അഭിനയിക്കാണോ? എവിടെ? അയ്യേ, ഇത്
ഇതെന്തൊരു ചട്ടിയാ? ചോരക്കിയാ അയ്യേ ബിജുവേ, കുപ്പി കാണാനില്ലല്ലോടാ. എവിടെ പോയിടാ അത്? അറിഞ്ഞൂടണ്ണ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇവിടെ ആവിയായി പോയി. മാനേജർ, ഗാഡി നിൽക്കല്ലോ, ഗോഡൗൺ മേ. ഇവനുണ്ടല്ലോ, നീ തീർന്നോ തീർന്നു. പെടക്കണ നെഞ്ചേലാകെ പെറക്കണ കയ്യേലാകെ കഥ കടക്കണ രണ്ടോ നാടേ വാടേ വാടേ കടുകടുക്കണ പല്ലേലാകെ കിടുകടുക്കണ പള്ളേലാകെ തെറിതെറിക്കണ തൊള്ളേലാകെ പോട്ടെ പോട്ടെ. GMBC മച്ചാമാരെ നമുക്കൊന്നിച്ചടിക്കാൻ കുപ്പിയെടുക്കാം. Take it easy, dancing with Ozzy, paparazzi കള്ളും വിശി. Jibumba jibumba, jibumba jibumba. Jibumba, 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 jibumba. ചൂടാറുന്നേ പോരാകുന്നേ എള്ളോളം കിട്ടിയില്ലേ സീനാരെന്നേ. മായം തന്നെ കൊടുമായം തന്നെ, എന്നാലും ഞങ്ങൾക്കിന്നാനന്ദം നീ തന്നെ. ഏതൻ തോട്ടം തന്നാലും നമ്മരെ ഏലക്കേടോ മാറില്ല കേട്ടോ. വാഴുവാൻ വകുപ്പില്ലാത്ത നാട്ടില് ശ്വാസം കിട്ടില്ല എന്റെ ചേട്ടോ. ജീബൂമ്പ 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 Jibumba, 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 jibumba. പെടക്കണ നെഞ്ചേലാകെ പെറക്കണ കയ്യേലാകെ കഥ കടക്കണ രണ്ടോ നാടേ വാടേ വാടേ കടുകടുക്കണ പല്ലേലാകെ കിടുകടുക്കണ പള്ളേലാകെ തെറിതെറിക്കണ തൊള്ളേലാകെ പോട്ടെ പോട്ടെ. GMBC മച്ചാമാരെ നമുക്കൊന്നിച്ചടിക്കാൻ കുപ്പിയെടുക്കാം. Take it easy, dancing with Ozzy, paparazzi കള്ളും വിശി. Jibumba jibumba, jibumba jibumba. Jibumba, 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 jibumba. ഹലോ ക്രിസ്പിൻ, അവളോ തരുമോ? ടേബിൾ ഓക്കെ ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പറഞ്ഞില്ല അണ്ണാ, ഞാൻ എടുത്തില്ല. തൂനെ ക്യാ ബോലാ ഥാ? കുപ്പി നിന്റെ കയ്യിൽ സേഫ് ആയിരിക്കുമെന്ന്. എന്നിട്ട് എവിടെ കുപ്പി നീ സേഫ് ആക്കി? ഡോക്യുമെന്റ്സ് കിട്ടി, കുപ്പി പോയി, ഡോക്യുമെന്റ്സ് കിട്ടി. നീ തന്റെ അല്ലേവാ ഞാൻ കുപ്പി തന്നത്. എന്നിട്ടിപ്പോ ലോൺ അയക്കുന്ന പ്രതിമയുടെ ചോയി അടിച്ചു മാറ്റി തന്നു. ഡേ പ്രതിമ, നീ എങ്ങാനും ആ കുപ്പി എടുത്തെങ്കിൽ ഒന്ന് തിരിച്ചു പറഞ്ഞാപ്പി. നെഞ്ചാമുടിയിൽ വെടിവെക്കില്ലേ, ഡോക്യുമെന്റ്സ് കയറി പോവും. കൊള്ളും ഞാൻ നിന്നെ. പൊട്ടിയില്ലേ? क्या है वो? हाँ? What is that? ഫേസ്ബുക്ക് നമ്മളെ ഗ്രൂപ്പ്. बाहर निकाल. Show me that. बाहर निकाल.
വേഗം സലാത്തേ പൊളം നോക്ക്. എന്നാ കുപ്പി. കുപ്പി. ഈ കുപ്പി നിന്റെ അല്ലേ? തന്നെ. ഈ ആൾക്കാർ നിന്റെ അല്ലേ? അല്ല. ഈ കുപ്പി ആൾക്കാർ നിന്റെ അല്ലേ? കുപ്പി എന്റേത്. ആൾക്കാര് അറിയില്ല. പിന്നെ അവന്മാർ ആരാ? ആരുടെ അവന്മാര്? ഈ ചെറുക്കന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കിട്ടി കിട്ടി. വിടില്ല ഞാൻ. I will find these people. ഇതൊക്കെ ഇവിടെ അയച്ചു വെക്ക. വൃത്തിയില്ലാത്ത മനുഷ്യൻ. ഇനിയിപ്പൊ ചൂലൊക്കെ എവിടെയാണോ? ദൈവമേ. ഓ കിട്ടി. ഇത് വീടാണല്ലേ കാലിത്തൊഴുത്താണ്. അതിനെങ്ങനെ യേശുക്രിസ്തല്ലേ ഈ നിൽക്കണേ? ഞാൻ തന്നെ വൃത്തിയാക്കണം. ഇത് എന്ത് കോപ്പറായി കാണിക്കണേ? നോക്കിക്കണം. അവനെ തലക്ക് പിടിച്ചേ. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല വൃത്തിയാക്കുന്നു. പക്ഷെ എനിക്ക് പിടിച്ചില്ല. പിടിക്കണ്ട. ആ കുപ്പി കൊണ്ട അണ്ണാക്ക് കേറി പോണ്ട പായം കൊണ്ട. അവന് ശരിക്കും തലക്ക് പിടിച്ചേട്ടാ. ആരെങ്കിലും ഒക്കെ ഇപ്പൊ വീട്ടിലേക്ക് കേറി വന്നുള്ള സ്ഥിതി എന്താ? എന്ത് പരിപാടി? നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലായി. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താ? അളിയ സംഭവം വേറൊന്നല്ല. നിനക്കറിയാലോ മറ്റേ ഫാഷൻ ഫോട്ടോഗ്രാഫർ ക്രിസ്പിനെ പറ്റി. ഏത് മാമാ ക്രിസ്പിനാ? യെസ്, അത് തന്നെ. അവനും തന്നെ ഈ ക്ലീനിങ് തമ്മിൽ എന്താ ബന്ധം? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിനക്ക് ക്രിസ്പിനെ അറിയാലോ. അവൻ ഇന്നത്തേക്കൊരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അവൾ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഭാഗ്യത്തിന് അവനൊരു ക്ലയന്റ് വിളിച്ചോണ്ട് പോയത്. എന്നിട്ട് അവൻ എൻ്റെ അടുത്തിട്ട് വിളിച്ചിട്ട് പറയാ, അളിയ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അവളെ ഇവിടെ ഒന്ന് ഇരുത്താവോന്ന്. ഞാൻ പറഞ്ഞ് അവളെ അങ്ങ് ചുമ്മാ ഇരുത്താൻ പറ്റുമോ? അവൻ്റെ അടുത്ത് ചോദിച്ചേ നടക്കുവോ? ഇങ്ങോട്ട് നോക്ക്. അവൻ ഓക്കെ അടിച്ചിട്ടുണ്ട്. അവൻ അവളെടുത്ത് വിളിച്ച് പറയാന്നും പറഞ്ഞിട്ടുണ്ട്. മദ്യം മദിരാശി നമുക്കത് സുഖിക്കണല്ലോ മാഷേ. ഈ പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. നീ ചുമ്മാ ആവശ്യമില്ലാത്ത വയ്യാവിലെടുത്ത് തലേ വെക്കല്ലേ. അല്ലേ തന്നെ ഈ ഫ്ലാറ്റിലുള്ളവന്മാര് നമ്മളെ എങ്ങനെ ചവിട്ടി പുറത്താക്കും പറഞ്ഞിരിക്കണേ. ഡേ, ഇതിന്റെ ഓണർ മാത്തിച്ചായന് നമ്മളോടുള്ള സ്നേഹവും ഇവന്മാർക്ക് മാത്തിച്ചായനോടുള്ള ഒരു പേടിയും കാരണമാണ് നമ്മളിവിടെ നിന്ന് പിഴക്കണേ. അതറിയാലോ. അറിയാം. നിനക്ക് അതിനുള്ള കഴിവില്ല. അത് പറഞ്ഞു മാഷേ. രോഹിണി മാഷേ, മാഷിന് വേണം. പൂർവ്വ സാധനം ആടിൽ പിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ക്രിസ്പി ഫോട്ടോഗ്രാഫർ, ബാംഗ്ലൂർ മോഡൽ, 3 മണിക്കൂർ വേണം. പിന്നെ അവസാനം കിട്ടിയില്ല എന്നൊന്നും പറയരുത്. 3 മണിക്കൂറൊന്നും വേണ്ട, 3 മിനിറ്റ്. 3 ബജെ 3 മണി. അതിനു മുമ്പ് എനിക്ക് എന്റെ കുപ്പി കിട്ടിയിരിക്കണം. സംശയ 3 മണിയല്ലണ്ണ, 30 മിനിറ്റകം സാധനം ഇവിടെ എത്തും. നീ ആര്? ഞാനാ? തനിക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ കൊണ്ട് തരാൻ പോവാ. നോ, അതിന്റെ ആവശ്യമില്ല. നീ എന്ത് കരുതി എന്നെ പറ്റി? എനിക്ക് ഇവിടെ ആളുകളുണ്ട്. ഞാൻ അവരെ വിട്ട് കുപ്പി എടുത്തോളാം. എന്നാ പിന്നെ താൻ പോയി ഉണ്ടാക്കിയിട്ട് വാ. Don speaking. I need a favor. ഉറക്കമാണല്ലേ? ചാച്ചിക്ക. വെറുതെ അല്ല ഇവ എപ്പോഴും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. നിന്നോ പറയിക്ക.
അപ്പൻ തന്നെ എന്നെ പറ്റിച്ചുല്ലേ. ഞാൻ ആരാന്ന് കാണിച്ച് തരാടാ മീസക്കാറ. നമ്മൾ പുതുവത്സരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ സോഡയോ വെള്ളോ? സോഡ സോഡ. ഓക്കെ ഓക്കെ ഓക്കെ. കൃത്യം 12 മണിക്ക് തന്നെ കേക്ക് കട്ടിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നടി ഡയാന കേക്ക് കട്ട് ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ പുതുവത്സര പരിപാടികൾക്ക് തിരികൊളുത്തുകയാണ്. കൃത്യം 12 മണിക്ക് തന്നെ ഡയാന ഇവിടെ എത്തിച്ചേരുന്നതാണ്. ആരും പിരിഞ്ഞു പകരുതെന്ന് ഈ പങ്കു ആജ്ഞാപിച്ചുകൊള്ളുന്നു. ഡയാന, നിനക്ക് പോകാൻ സമയമായി. സ്റ്റാർട്ട് ദ ലൈൻ. മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഡയാന. ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. ഇവന്റെ ഫോൺ അവിടെ. അക്കനാണെങ്കിൽ ഇപ്പൊ ലൈവിൽ വരും. ചന്തിയുടെ കയ്യിലാണ് അവന്റെ ഫിംഗർ പ്രിന്റ്. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അയ്യേ കളഞ്ഞല്ലേ. പിന്നെ ഈ പെണ്ണുമ്പിള്ള എന്തറിന് വരാൻ പറഞ്ഞത്? ചാവം. ഹോൾഡ് ഓൺ. യെസ് ബോസ്. क्या कर रहे हो उधर? कुछ नहीं, वो कुछ नहीं. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. Happy New Year. Very happy New Year. Can I come in, please? Yeah, please. Thank you. Welcome. Drop it low. Are you ready for that? Drop it low. Are you ready for that? Drop it low. Yeah, very. Are you ready for that? Drop it low. ദിസ് ഇസ് ബേസിൽ. ബേസിൽ കഞ്ഞിക്കടി. Hi, അതിനൊന്നും ആവശ്യമില്ല. ദിസ് ഇസ് മിസ്റ്റർ രോഹിണി. അത്ര തന്നെ ഉള്ളു. Rohini? ഇത് Mr. Rohini or Mrs. Rohini? മിസ്സിസ് ഓർ മിസ്റ്റർ എന്തെങ്കിലും ആവട്ടെ. ഇരിക്കൂ. Are you guys drunk? യെസ് ഓഫ് കോഴ്സ്. നിങ്ങൾ കുടിച്ച ബ്രാൻഡ് ഏതാ? ബേസിക്കലി ഞങ്ങൾ റമ്മാണ് അടിക്കാറുള്ളത്. ബട്ട് ടുഡേ വി ഹാഡ് വിസ്കി, യു നോ, ജോക്ക് ഡാനിയൽസ്. Even I love whiskey, you know. ആണോ? ഞാൻ നോക്കട്ടെ, ബാക്കി ഉണ്ടെങ്കിൽ. താങ്ക് യു. ഒരു പൊടിക്ക് അടങ്ങടി. വൈ മാൻ, നമ്മൾ ഇന്ന് ചേടിയല്ലേ അടിച്ചത്? ഒലക്കേടെ മൂട്. നീ ഒന്ന് സഹകരിക്കും. എന്താ കുഴപ്പം? വരൂ, ഇരിക്കൂ. Actually, if you don't mind, can I use your restroom here? Yeah, വരൂ. Thank you. Yeah, welcome. This way. ഞങ്ങൾക്ക് ബാത്ടബ് ഒക്കെ ഉണ്ട്. വരൂ, come on. എങ്ങനെയുണ്ട്? ബൈ ദ ബൈ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. മൈസെൽഫ് കുഞ്ഞുമോൻ ചാക്കോ. സ്നേഹമുള്ളവർ എന്നെ കുക്കോ എന്ന് വിളിക്കും. ശരി കുക്കു. I'll be back. രൺബീർ. അലഞ്ഞു വാരാതടി. തലേ വെച്ചതോ വെച്ചു. കണ്ടാലേ അറിയാം മീറ്റു ആണെന്ന്. എവിടെയാന്ന് വെച്ചാ എന്തെന്ന് വെച്ചാ ചെയ്തിട്ടുണ്ട് കളയാൻ നോക്ക്. അപ്പൊ നീ സമ്മതിച്ചല്ലേ അളിയ? അല്ലേ? പോടാ പോടാ. യെസ്. 1 2 3. രോഹിണി മാഷെ. അതിനി പൊങ്ങും തോന്നില്ല. ഞാൻ പോട്ടെ. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളി പെണ്ണെ. കുണ്ട
I'll call you back. എന്തിനൊരു പൊളി പൊളിക്കുക വാ. വാ വാ ഇവിടെ ഇരിക്കി. എവിടുന്ന് തുടങ്ങാം? Cookie, you're so cute. കുക്കി അല്ല മോളെ, കുക്കോ കുക്കോ കുക്കോ. കോക്കി പോക്കി അവൻ്റെ പൊങ്ങി. വേണ്ടേ? ചിരിപ്പിച്ച കൊല്ലും. ആലരൻ്റെ കുക്കി. Cookie, beta. കുക്കു. പോയിന്നാ തോന്നുന്നേ. എന്ത്? അയ്യോ ഇതാണ് കൊന്നേ. കണ്ടാ മഹാഭാവി, നീ കൊന്നല്ലേ ഇതിനെ? ഞാൻ കൊന്നല്ല, ഞാൻ പറയണേ കേക്ക്. Cookie cute അല്ലേ? വളരെ എക്സ്ക്ലൂസീവായ ഒരു വാർത്തയുമായാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമയുടെ മാതകത്തിടമ്പ് നടി ഡയാന ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്വന്തം ഫ്ളാറ്റിലാണ് നടി ഡയാന ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതേസമയം ഈ വാർത്ത ഏറ്റവും ആദ്യമായി പുറത്തുവിടുന്നത്, എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് ഞങ്ങളുടെ ചാനലാണ്. വാട്ടർമാർക്കോട് കൂടിയ ദൃശ്യങ്ങൾ ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഉറങ്ങിക്കിടന്നവനെ കോളിമ്പിലടിച്ചോണ്ടിരുന്നടാ ശരിക്കും കാണണ്ടേ? കുഴപ്പമില്ല, പോലീസാ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇവന്മാർ നിൽക്കണം. നിപ്പ് കണ്ട വല്ല കൂസിലുണ്ടോ നോക്കിയാണ്. ഇവന്മാരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. സിനിമാക്കാരെന്നൊക്കെയാണ് പറയണ. ഇവിടെ എന്തൊരു പരിപാടി ഒരു മനുഷ്യന് പറഞ്ഞൂടാ. കള്ള ലക്ഷണം കണ്ട രണ്ടിൻ്റെയും. സാറേ, യവനാണ് സംവിധായകൻ, യവൻ തന്നെയാണ് തിരക്കഥ സംഭാഷണം. യവൻ തന്നെ. എവിടെ തള്ളി കയറി പോണം? ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാണ്. സാറേ, യവന്മാർ തന്നെ പറയും. എന്താടാ ഒരു പരുങ്ങല്?
പോ. കൊണ്ടുപോകാൻ തന്നെ. സരസു വാ. അയ്യോ കുറുവാണ്. വാ. എങ്കയോ പാത്ത മോഞ്ചി. ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ് ടു. ഓക്കെ, ആസ് യു ലൈക്ക്. താങ്ക് യു. ന്യൂ ഇയർ അല്ലേ, ക്രിസ്മസ്. ബ്രോ, ഹലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഞാനല്ല. ഇഞ്ഞോടാ, ഇഞ്ഞ് വാടാ. എന്താടാ നിന്റെ പേര്? ബേസിൽ. മുഴുവൻ പേര് പറയടാ. ബേസിൽ കഞ്ഞിക്കുഴി സർ. ഓ, ആഠ്യകുല ജാതനാണ്. എന്താണ് നിന്റെ പേര്? ചപ്രത്തലേ കുഞ്ഞുമച്ചാക്ക സർ. ജോഡി കാർത്തിക സർ. എന്താന്ന്? രോഹിണി കാർത്തിക. ഇവ ഏതാ? ആണാ പെണ്ണ? ആണാണ് സാർ. കണ്ട ഡാടാടാടാ. വെടി. അറ്റാക്കായിരുന്നു സാർ. ഒറ്റ ഷോട്ട് വെച്ചില്ല സാർ. കോൺസെൻട്രേഷൻ കളയലടോ. ആരാ നോക്ക് സാർ. ഒന്ന് അനങ്ങി പോണം. എല്ലാം പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ സാറ് നമ്മളെ ആളാണ്. സാർ എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. ഫോൺ. ഞാൻ പോയിക്കോളാം. ഓക്കെ, ദിസ് വേ. താൻ എന്താണ് ഒരു പിള്ളേരെ പോലെ ഫോണും പറ കിടക്കുന്നത്? തന്നെ പെണ്ണും പിള്ളേരാണോ വിളിച്ചത്? താൻ ഉമ്മനോ കുമ്മനോ? പോയാ CCTV ഫുട്ടേജ് എടുത്തു. Sir, please sit down. You're a good dancer. Please. അടുത്തത് മൂന്നോളം കൂടെ നീങ്ങുന്ന. രോഹിണി മാഡത്തിനോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. നീ ഇന്നിവിടെ ഏതെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം. അപരിചിതൻ. യു മിസ് ട്രെയിൻ സർ? അത് തന്നെ. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നു? ഓ, ആര്? സാറ്. സാറ് ആക്കിയതാണല്ലേ? വേണ്ട കേട്ടാ. മൂന്നെണ്ണത്തിനെ കുറിച്ച് ഫ്ലാറ്റിലൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. മൂന്നിനെയും തൂക്കും ഞാൻ. ആ CCTV ഫുട്ടേജ് വന്നോട്ട്. ഈ SI വത്സനാരം നീയൊക്കെ അറിയും കേട്ടോ. സാംസ്കാരിക മാലിന്യങ്ങളെ എപ്പ നോക്കിയാലും കുണുകുണു കുണുകുണു. ഈ പാതിരാത്രി ആരുടെ ഇതിനും വേണ്ടി നിന്നെ ഗുളികയായിരിക്കും? ആ ഫോൺ എടുത്ത് വല്ല തോട്ടിലും കളയണേ. അനിയ നീന്നില്ല നീപ്പോ? ആ, അവിടെ നടക്കാൻ വയ്യ. ഇവിടെ ആർക്കടാ വെടിവെക്കാൻ അറിയാമോ? എനിക്കറിയില്ല. അങ്ങനെ വെച്ചാ ഇവനറിയാതെ ഒരു കഴിയും. സർ, CCTV വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. വിഷ്വൽസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്പം ക്ലാരിറ്റി കുറവുണ്ട്. ലുക്ക് അറ്റ് ദിസ്. സാർ, മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി ഫ്ലാറ്റിലേക്ക് പോകുന്ന വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, തിരിച്ചു പോകുന്നതില്ല. സോ
പെൺകുട്ടി ഈ ഫ്ലാറ്റിൽ എവിടെയുണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെയാകാം. ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നത്? സംശയം. കാണട്ടെ. സോറി, മാറിപ്പോയി. ഇതാണോ തന്റെ കില്ലർ? സോറി സാർ, ഒരബദ്ധം പറ്റി. ഒന്ന് വാട്സാപ്പ് ചെയ്തേ. എനിക്ക് അല്ല, അത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു സാർ. ക്രിസ്മസിന് വരാണ്ട് കസ്റ്റമർ കെയർ ചെയ്യുന്നു. അവിടെ നെല്ല് സാർ. ഇത് ബാംഗ്ലൂർ ഡോൾബി. ഇവിടെ തുടങ്ങിയ ഡീലിങ്സ്. ഈ വന്നവളവിടെ പോയി മാഞ്ഞു പോയ. കൊന്നവളുമില്ല, ചത്തവളുമില്ല. ടു കോംപ്ലിക്കേറ്റഡ്. എടോ, ഈ ഡയാനയുടെ ഫ്ലാറ്റിന്റെ ഫ്ലോറിൽ CCTV ക്യാമറ ഒന്നുമില്ലേ? അങ്ങനെ അതാണോ ഈ ഫ്ലാറ്റ്? എന്തെങ്കിലും ഒന്ന് മൊഴിയടോ സാറേ. ഡയാന മാഡം ഫ്ലാറ്റിലെ അസോസിയേഷൻകാരോട് പറഞ്ഞിട്ട് ആ ഫ്ലോറിലെ CCTV ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കത്തൊന്നും കാണാൻ പറ്റില്ല. ഓ, അത് ശരി. എവന്റെയൊക്കെ അല്ലേ വർഗം. എന്തൊക്കെ ചുറ്റിക്കളികളുണ്ടെന്ന് ആർക്കറിയാം. യോഗം. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആരനുസരിക്കാൻ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം എന്നെ പോലുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ തലയിലും. ഇന്ന് തന്നെ എല്ലാ ഫ്ലാറ്റും ചെക്ക് ചെയ്യാം. ചാനലുകാരൊക്കെ വന്നാന്തോ. ആ TV എന്നിട്ടെ സാർ. എന്തോന്നടേ ഇത്? HD TV യാ? തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരം നടി ഡയാന ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കേൾക്കാമോ? ശ്രീജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ നികേഷ്, കേൾക്കുന്നുണ്ടോ? പറയൂ, കേൾക്കാം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രക്കാർ ആരെയും പോലീസ് ഇതുവരെ അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മരിച്ച പ്രമുഖ നടിയുടെ ഫ്ളാറ്റിന്റെ മുന്നിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത്. SI വത്സനും സംഘവുമാണ് പൂർണ്ണമായിട്ടും ഈ കേസിലെ ചാർജ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് പോലും ഈ നമ്മുടെ മരിച്ച പ്രമുഖ നടിയുടെ മൃതദേഹം ഇതുവരെ പോലീസ് വിട്ട് നൽകിയിട്ടില്ല. അത് നമ്മുടെ പോലീസിന്റെ ഒരു അനാസ്ഥയായി എഴുതി ചേർക്കാൻ സാധിക്കും. നീ വന്ന് കൊണ്ടുപോടെ. ഇവിടെ ആട് കിടന്നെടുത്ത് കൂടെ പോലും ഇല്ല. എപ്പോഴാണ് കൊണ്ടുപോകാതിരുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടുന്ന് ബോഡി കൊണ്ടുപോകാതിരിക്കുന്നത്? The nation wants to know. കൊക്കു, ഈ ഡയാന ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ബോഡി അവിടെ പോയി. 3 എവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. കേട്ടില്ലടാ, 3 ഇവിടെ തന്നെ കാണണം. എന്റെ ഡയലോഗിന് എക്കോ വേണ്ട കേട്ടോ. എവിടെടാ? എന്ത് വാഷ്റൂം? Sir, there. That's my room. This way. I use Sardonic freshener. Heartbeat, very clean. Enjoy, sir. What a nice person. Oh, this is man. Sir, you. വേണ്ട. Okay, thank you. See? വാഷ്റൂം. കക്കുസി പോയ വെള്ളം ഒഴിച്ചു വിടണം. ഉയറായിട്ട് എന്റെ വർഷം കളഞ്ഞു. ഞാൻ നോക്കിക്കോളാം സാറേ. ഇപ്പൊ കൂടാ നീ നോക്കിയോ.
ഈ പങ്കുവിന്റെ കളി നീയൊക്കെ കാണാൻ കിടക്കണോ പട്ടികളെ ഇത് ഇവിടെ തീരുണ്ടോ നീയൊക്കെ തട്ടി ഉള്ളിലാക്കിയില്ലെങ്കിൽ फिर से स्विच ऑफ ഇപ്പൊ എന്തിനായി? ഹലോ ഹലോ, എന്നെ വിശ്വാസമില്ലല്ലേ? എന്നിട്ടിപ്പോ സാധനം കിട്ടിയ വണ്ടി കളഞ്ഞ അമ്മാനെ പോലെ വരുന്നുണ്ടില്ലേ? ഇപ്പൊ എന്തിനായി? നേരത്തെ പറഞ്ഞാലായില്ലേ? എന്റെ പൊന്നെണ്ണ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിര്. എന്റെ പയലുകൾ പോയ പുഷ്പം പോലെ സാധനം ഇവിടെ കൊണ്ടുവരും. ചീള് കേസ്. തും കുച്ച് ബി കറോ, 3 മണിക്ക് മുമ്പ് എനിക്ക് എന്റെ കുപ്പി കെട്ടിയിരിക്കണം. ആ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റ്. അങ്ങനെ വഴിക്ക് വാ. क्या हालत है मेरा? 3 बजे के पहले मेरा बोतल नहीं मिला तो ഡേയ് തുമ്പി, നീ ഒന്ന് ഗോഡൗണിലോട്ട് വാ. കാര്യമൊക്കെ വന്നിട്ട് പറയടാ. വാ വെക്കം വാ. തള്ളേ മൈനസ് കാണും. അപ്പൊ മാഷെ ഇതാണ് കാര്യം. അപ്പൊ പോലീസ് നിങ്ങളെ പൊക്കാൻ വന്നാണല്ലേ? എടോ, ആ നടി ഡയാന ആത്മഹത്യ ചെയ്ത് അതന്വേഷിക്കാനാണ് പോലീസ് വന്നത്. അങ്ങനെയാണ് ഞാൻ വേറെ ഈ പെണ്ണ് തന്റെ കള്ളും കുടിച്ച് ബോധവും ഇല്ല പറഞ്ഞു. നീ വിട്ടേ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞത് ഈ മാതിരി വയ്യാവിലെടുത്ത് തലേ വെക്കരുതെന്ന്. എന്തെന്ന് വെച്ചാ ചെയ്തോ. ബേസിലെ ഒരു പങ്കൊന്നുമില്ല. മാഷെ തന്നെ അനുഭവിച്ചോ? തെളിവുകൾ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നടി ഡയാന തന്റെ മരണം ഫേസ്ബുക്ക് ലൈവായി പ്രദർശിപ്പിച്ചതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് വീഡിയോ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നീ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ലല്ലോ. നീ നിരപരാധിയാണല്ലോ. ഇയാളൊന്നും മിണ്ടായിരുന്നു. ഞാൻ നിരപരാധിയാ. എനിക്ക് പാപത്തിൽ പങ്കില്ല. ക്രൂരത എനിക്കൊന്നില്ല. അളിയ ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ആ ബോഡി എവിടെ പോയി? കിടക്കാനേ പോയി കാര്യം. പിന്നെ കാര്യം പറഞ്ഞേക്കാം. ഈ കേസ് ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഈ പാവത്തിൽ പങ്കില്ല പറഞ്ഞേക്കാം. നീ സമാധാനപ്പെടും. ആ ബോഡി ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ഈ ബോഡി തപ്പി പോലീസ് ഇവിടുന്ന് പുറത്തു പോകണം. അതോ പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? വ്യക്തി ജീവിതത്തിൽ അവർക്ക് ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഇതല്ല ഞാനും പറഞ്ഞത്. ഇവനല്ലേ ആ പെണ്ണെ കൊന്നത്. ഇവനെ പിടിച്ചോണ്ട തീർന്നില്ല പ്രശ്നം. സിമ്പിൾ അല്ലേ? കൊല 1 ആയാലും 2 ആയാലും ഒരു ഒറ്റ ശിക്ഷയുള്ളൂ. തീവ് വരുന്നത് ഞാൻ തന്നെ തട്ടും. ഇനി ഒരു ഒറ്റ അക്ഷരം വേണ്ടിയാണ്. നിനക്ക് ഇത്ര അഹങ്കാരമാണ്. പോലീസ് കേട്ടാ പറയട്ടെ, നിന്നെ പിടിച്ച് കുറച്ചിരിക്കും. നോക്ക് കേട്ടോ. മാഷെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മള് 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവനുണ്ടാക്കി വള്ളിക്കെട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളേ. എന്റെ പട്ടി നിൽക്കുമല്ലോ. നീ ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇയാളെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. കാണിച്ചോടാ. വ്യക്തി ജീവിതത്തെ പ്രശ്നങ്ങളാണോ അതോ പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങളാണോ? സാർ വരൂ. സാർ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. സാർ അവനെ ചെക്ക് ചെയ്യാം. സാർ അവനെ ശബ്ദിക്കരുത്. ഒരു വിരൽപ്പാട് മതി തെളിവുകളെല്ലാം നശിക്കാൻ. മർഡർ നടന്ന സ്ഥലം ഞങ്ങൾ സീൽ ചെയ്ത് കഴിഞ്ഞു. പ്രതി ആരാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒറ്റ മണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവനെ തൂക്കിയിരിക്കും. ഇനി കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുവരെ ഈ ഫ്ലാറ്റ് മുഴുവൻ എന്റെ അണ്ടർലൈൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ. സോ എനിക്കൊരു സംശയമുണ്ട്. സംശയം എനിക്കിഷ്ടമാണ്. സോ ചോദിക്കും. ഇതൊരു കൊലപാതകം എന്ന് സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ സോ
ഈ കില്ലർ തന്നെ ബോഡി കൊണ്ടുപോയെങ്കിലോ? ഒരുത്തൻ ഫ്ലാറ്റിൽ വരും, എന്നിട്ട് ഒരു തീയെ തട്ടും, എന്നിട്ട് കില്ലർ തന്നെ ചത്തവളയും കൊണ്ട് പോകും. എന്തോന്നടേ ഇത്, കില്ലറിന്റെ തലയ്ക്ക് വോളോ? ഓളമില്ലെങ്കിലോ? ഇല്ലെങ്കിലോ? ഇല്ല സാർ. സോ ഇതെന്റെ ഒരു സംശയം മാത്രമാണ്, ഉറപ്പില്ല. റിഗർ മോട്ടിസ്. മാർട്ടിൻ പത്രോസ് ഇല്ലേ, അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. അയ്യോ സാറേ, റിഗർ മോട്ടിസ് അതൊരു സയന്റിഫിക് നെയിമാണ്. സോ എനിക്ക് ആ ലൈവ് വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ? സർ സർ ഇത് കണ്ടോ? ഈ വെടി വെച്ചതിന് ശേഷം ബോഡി ഇടത്തോട്ട് ചായുന്നു, പക്ഷെ തോക്ക് മാത്രം വലത്തോട്ട് വലിയുന്നു. മാത്രമല്ല ഏതാനും സെക്കൻഡ്സിനുള്ളിൽ ഇത് ലൈവ് കട്ടായി. എന്തായാലും ഡെഡ് ബോഡി വന്ന് ലൈവ് കട്ട് ചെയ്യില്ലല്ലോ സാർ. ഉമ്മ സാറേ ഒന്ന് പുറത്തേക്ക്. ശരി സാർ. എന്തോ ഉണ്ടല്ലോ. ആ പെണ്ണിനെ കൊന്നാലും എന്റെ മൂക്കിലടിച്ചു വരുന്നത് സാറേ. ഇങ്ങോട്ട് വാടാ ഭാഷാണ് ഷാജി. എന്റെ മൂക്കിൽ ഇങ്ങോട്ടല്ലോ. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാം എന്റെ കൺട്രോളിലായിരിക്കണം, കേട്ടല്ലോ? സോ വിരോധം ഇല്ലെങ്കിൽ എന്നെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചു തരുമോ? ശരി വാ. But everything under my control. Okay? ഇവിടെ തെളിവെടുക്ക കൊണ്ടോടായിരിക്കുമല്ലേ? അല്ല, നിന്റെ അമ്മായിയുടെ ശവടുപ്പിന് കൂടുതലുണ്ടാക്കാൻ വരും. വേട്ടാവിളിയൻ പറഞ്ഞല്ലേ ബാക്കി എന്തിനാടേ തുമ്പി സാധനം പൊക്കിയ നടക്കുമെന്ന് തോന്നില്ലേട്ടാ. ഇവിടെ മുട്ട പോലീസുകാരും നാട്ടുകാരും അകത്തെന്താ കലിപ്പാട് കാണാൻ തോന്നുന്നു. ഓ ഓ ഓ എന്തൊരു കലിപ്പടേ, എന്തിനു കലിപ്പടേ? എത്രയാണെന്ന് അറിഞ്ഞൂടാ. പോലീസുകൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ് പോണ് എനിക്ക് മനസ്സിലാവണില്ല. സാധനം കിട്ടിയോ? ആ കിട്ടി കിട്ടി, കൊണ്ടുവന്നോണ്ടിരിക്കുന്നു. ഷാബാഷ്. യവന്മാര് വന്നില്ലെങ്കിൽ എന്റെ കാര്യം തീർന്നു. വെരി അഗ്ലി ടൈം. ഹാപ്പി ന്യൂ ഇയർ. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യില്ല. ഉത്തരവാദിക്കില്ല. എന്നോട് ക്ഷമിച്ചു. സോ അയാൾ അതിസമർത്ഥനായ ഒരു കൊലയാളിയാണ്. ലക്ഷക്കണക്കിന് സാക്ഷികളെ മുൻനിർത്തി ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കും വിധം ഒരു കൊലപാതകം. കില്ലറുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നെങ്കിൽ
എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിത്വം. സോ ഇതായിരുന്നിരിക്കാം കില്ലറിന്റെ പ്ലാൻ. പക്ഷെ എവിടെയോ കില്ലറിന്റെ കണക്കുകൂട്ടലുകൾ ചെറുതായി പിഴച്ചിട്ടുണ്ടാവാം. ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. നമ്മളെല്ലാവരും പറയാറുള്ള പോലെ ദൈവത്തിന്റെ ആ കൈ. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അറിയാലോ, എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. മരിച്ചതിന് ശേഷം നമ്മുടെ മാംസപേശികൾ ദൃഢമാവുന്ന അവസ്ഥയ്ക്കാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ആദ്യം ചെറിയ പേശികളാണ് ദൃഢമാവുന്നത്. കൺപോളകൾ, കഴുത്ത്, മുഖം ഇവയൊക്കെ. കൈകളുടെ പേശികൾ 2 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും ദൃഢമാവാൻ. 18 മുതൽ 24 മണിക്കൂർ വരെ എടുക്കും ഇതിന്റെ സ്റ്റിഫ്നെസ് അപ്രത്യക്ഷമാവാൻ. പക്ഷെ മരണത്തിന് തൊട്ടു മുമ്പ് ആക്റ്റീവായിരുന്ന ഈ പേശികൾ റിഗർ മോർട്ടിസ് എന്ന അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ദൃഢമായി തീരാറുണ്ട്. ഇതിനെയാണ് സർ കാഡാവറിക് സ്പാസം എന്ന് പറയുന്നത്. മരണസമയത്തുണ്ടാവുന്ന ഭയങ്കരമായ മാനസിക സംഘർഷമാകാം ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പേശികൾ നിമിഷങ്ങൾക്കകം തന്നെ സ്റ്റിഫാവുകയും റിഗർ മോർട്ടിസ് എന്ന അവസ്ഥ കഴിയുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. ഇവിടെയും ഇതായിരിക്കില്ല സാർ നടന്നിരിക്കുക? ആയിരിക്കാം സർ. ഡയാന മാഡം ഓൾറെഡി നല്ല ടെൻഷനിലാണ്. കില്ലറിന് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് കൈ പിടിപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇവിടത്തെ ഈ സാഹചര്യത്തിൽ സോ ഇതാണ് ഇവിടുത്തെ ജനറേറ്റർ റൂം. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഈ ഡോർ ഓപ്പൺ ആയിരിക്കും. ബാക്ക് ഡോർ വഴി വരുന്ന കില്ലറിന് കാർ പാർക്കിങ്ങിലെത്താൻ ഏറ്റവും സേഫായ വഴിയും ഇത് തന്നെയായിരിക്കും. ഇങ്ങനെയായിരിക്കില്ല സർ ഡയന മാഡത്തിൻ്റെ മരണം സംഭവിച്ചതും ബോഡി മിസ്സായതും കില്ലർ രക്ഷപ്പെട്ടതും. ഇങ്ങോട്ടേക്കാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ല സർ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാവുന്ന ചോദിച്ചാൽ അതാണ് എങ്ങനെ അറിയും സർ? അത് ഞാനൊരു ക്രൈം ത്രില്ലർ സിനിമ ചെയ്യാൻ വേണ്ടി കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത ഒരു കേസ് സ്റ്റഡിയുമായി ഈ മരണത്തിന് എന്തോ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി. മിസ്റ്റർ ബേസിൽ കഞ്ഞിക്കുഴി, സിനിമയല്ല ജീവിതം. പക്ഷേ നീ പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്.
മറ്റേ കച്ചവടം പറ. ഏത് കേസ്? ഇവനെ പെണ്ണെ കൊന്നു. എന്തോ നാടാ? വേറൊരു ക്രിക്കറ്റ് മോട്ടീസിലുണ്ട് സാറേ. എവിടെ? എന്റെ ഫ്ലാറ്റില്. ഫ്ലാറ്റില്? എന്റെ മുറിയില്. മുറിയില്? എന്റെ കക്കൂസില്. നിന്നെ കൺമുന്നെ കണ്ടു. ഓടാ നീയൊക്കെ എവിടെ തന്നെ കാണണം. പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിക്കട്ടോ. ഈ ചാനലുകാരെയും പത്രക്കാരും ഇവിടെ കുഴിക്കുന്ന എല്ലാത്തിനും പുറത്തായി കേട്ടടക്കും. ഏതാ പത്രം എന്ന് പറഞ്ഞ രാജ്യഭൂമി സാർ. അതാണ് പറയാനേ എനിക്ക് സൗകര്യം. അവന്റെ അനാസ്ഥ. നിങ്ങളെ കൊണ്ടുപോയി കേസ് വിടും മ്യൂസിയം സ്റ്റേഷനിൽ. പറ്റുമെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കാം. എടാ പോലീസിനോട് പറഞ്ഞു കൊടുക്കും. അല്ലടാ പറയൂടാ. ഇത്ര നല്ല മനുഷ്യനെ എന്നിട്ട് ഇതുപോലെ അവസരം കിട്ടിയിട്ട് ഇവനോട് വാക്ക് പറഞ്ഞ അതും ഇതുപോലൊരു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ മനസ്സിലിരിപ്പ്. എന്റെ പൊന്നു മാഷെ, ഞാൻ നിങ്ങൾ 1000 പ്രാവശ്യം വിളിച്ചതാ. അല്ലെ ഇവരോട് ചോദിച്ചു നോക്ക്. എന്നോട് ക്ഷമി മാഷെ. എടാ താൻ അവിടെ അടിച്ച് ഫിറ്റായി കിടക്കുമ്പോ ഓർക്കണം. ദേ മാഷെ, ഞാൻ വീണ്ടും പറയുവാണ്, നമുക്കിത് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. താനൊന്ന് ദയവ് ചെയ്ത് ആ വണ്ടി എടുത്ത് ആ ഫ്ലാന്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട്. എന്തിന് പറയാം, ഒന്ന് പോ. ഒന്ന് ചെല്ലു മാഷെ പ്ലീസ്. ഇത്രത്തേക്ക് ഓക്കെ കിട്ടാ. കൊണ്ടൊക്കെ ഇനി എന്താ ചെയ്യാ? നീ ടെൻഷൻ ആവണ്ട, അയാള് വണ്ടി എടുത്തോണ്ട് വരട്ടെ. വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്. കാലമാണ് ക്രിസ്മസ് അപ്പൂപ്പന. വണ്ടി എടുത്തേ. ഇതെന്താ കരോളിന് പോണ? ഇയാള് വണ്ടി എടുത്തേ മിണ്ടാതെ. അപ്പൊ ആ പാവം പെണ്ണ് നമ്മുടെ ഫ്ലാറ്റ് ഒറ്റയ്ക്കല്ലേ? ഇയാളുടെ മാമന്റെ മോളൊന്നും അല്ലല്ലോ. എന്റെ പൊന്നു മാഷ, മിണ്ടാതെ വണ്ടി ഒന്ന് എടുക്കാവോ? നമ്മൾ പറഞ്ഞ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങളിത പോകും. ഒന്ന് നിർത്തടോ പാട്ട്. ബാലകര ഞങ്ങളിത ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതായാലും നല്ലൊരു നടിയായിരുന്നു. എങ്ങോട്ടാടെ? ഒരു മിനിറ്റ്, നമ്മളവിടെ പോണ്ട. നമ്മള് സാറേ മ്യൂസിയം സ്റ്റേഷൻ വരെ. ഇപ്പൊ പറ്റൂല, അതൊക്കെ നാളെ രാവിലെ. സാറേ വത്സൻ സാറിനെ കാണാനാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോ. ഇന്ന് ഫോൺ അല്ല, സാറിന്റെ ഈ ഫോൺ ഉണ്ടല്ലോ. ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തോന്നടേ ഇത്? ക്രിസ്മസ് അപ്പൂപ്പന? അത് കഴിഞ്ഞ ക്രിസ്മസിന് വാങ്ങിച്ച ക്രിസ്മസ് പപ്പ. അപ്പൊ ഈ ക്രിസ്മസിന് അവന്റെ പെങ്ങടെ കൊച്ചിന് കളിക്കാൻ കൊടുക്കാൻ സാറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. നീയൊക്കെ ഇവിടെ നില്ല്. അല്ല എന്നാ സാറ് ഞങ്ങൾ ഫ്ലാറ്റിൽ കാണും. വിളിച്ചിട്ട് സാറ് പറഞ്ഞാൽ മതി. ഏതായാലും സ്റ്റേഷനിലോട്ടല്ലേ വിട്ടേക്ക് സന്തു സാറേ. എന്നാ സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. പോട്ടെ പോട്ടെ. ശരി സാർ. നമ്മൾ സ്റ്റേഷനിൽ പോണെന്തിനേ? വണ്ടി ഓടിക്കും. ഫെയിൽഡ് ഹീറോസ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഓർഡർ അല്ലല്ലോ ഇന്നാരും. വാടാ ഇങ്ങോട്ട്. റോഡ് നടക്കാണ്ട വണ്ടി കൊണ്ടിരുന്നു. ഇങ്ങ് വാടാ. എവിടെ പോണ്? കരോളിന് പോണ്. കണ്ട ക്രിസ്മസ് അപ്പൂപ്പൻ. ഇത് വരണ വരാനല്ല. എന്താ കാര്യം? എന്താ? ഒരു കരോളുണ്ട്, കുറച്ച് പാട്ട് പാടണം. മക്കളിങ് വാ.
എന്താ ചേട്ടാ കാര്യം? ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. നമ്മള് മര്യാദക്ക് വെച്ചപ്പോഴേ കരോള് പാടാൻ പോണെന്ന് അത് നമുക്കിട്ട് കോന അടിച്ചല്ലേ? വണ്ടി പോയി കളിപ്പാട്ടങ്ങൾ എന്ന വീക്ക്നെസ് ആണ്. ഇതെന്തിനാണ്? ഇതിന്റെ വില എത്രയാണെന്നറിയാമോ? OP വാർ ഫുള്ള് 450. ഇതേത്? ഇത് ദേവാൻ. ഇത് ഏകദേശം ഒരു 370 വരും. അല്ല കൺഫേം 370. അപ്പോഴിതോ? അറിയില്ല സാർ. നിനക്കറിഞ്ഞൂടെ? അണ്ണൻ ഇറങ്ങി പറഞ്ഞു കൊടുക്കണം. കൊച്ചു പയ്യന്മാരിൽ 50 കോടി. സാല നിനക്കറിയില്ല അല്ലേ? പിന്നെ ഇതാറാ? സാറേ ഈ കുപ്പി ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അതെ. ആരാണ് ഇവന് ഗിഫ്റ്റ് കൊടുത്തത്? സത്യം പറയടാ. ആര് എപ്പോ എങ്ങനെ അതൊക്കെ പിന്നെ ഐ വാണ്ട് മൈ ബോട്ടിൽ റൈറ്റ് നൗ. മിനിറ്റിനുള്ളിൽ എനിക്ക് എന്റെ കുപ്പി ഇവിടെ കിട്ടണം. സംശയം കൊണ്ടുവരാൻ സാർ, ഉറപ്പായിട്ടും ഞങ്ങൾ കൊണ്ടുവരാം. തുമ്പി ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാൻ. തോക്കടാ നീ കുണി വരണേ. എന്താടാ പേടിച്ചു? പെട്ടെന്നുള്ള ഇട്ടാകാരന് പേടിച്ചു. ഇതൊക്കെ എന്തിന്? അണ്ണൻ പേടിച്ച? ഞാനാ? അയ്യേ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാം കൂടെ അവന്മാരൂടെ പോയി ആ കുപ്പിയൊക്കെ എടുത്തോണ്ടോ. നീ ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാനാ? യവന്മാര് കുപ്പി എടുത്തോണ്ട് വന്നിട്ട് നീ പോണോ വേണ്ടെന്ന് ആലോചിക്കാം. അണ്ണാ അങ്ങനെയാണെങ്കിലേ നമ്മളെ വണ്ടിക്കകത്ത് ക്രിസ്മസ് ഒപ്പം കിടപ്പുണ്ട്, അതിനെടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടോ. എന്നിട്ട് നമ്മളെ കുപ്പി എന്നിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഈ പാനിക് സിറ്റുവേഷനിൽ അതല്ലേ നല്ലത്. നമുക്ക് ഇനി തിരിച്ചു കിട്ടൂലല്ലേ? കൈ വെക്കാൻ ഒരു ഇതില്ല. അതാ താഴെ ഇറങ്ങിയിരിക്കാൻ കസേര കയറിയിരിക്കണം. അതും ഡോണിന്റെ. എനിക്ക് ചില കാര്യങ്ങൾ നിന്റെ അറിയാറുണ്ട്. എന്തിനാ അണ്ണൻ ചോദിക്കണ? അണ്ണൻ ചോദിച്ചാൽ എന്തിനും പറയും. അണ്ണ സിംഗം അല്ല അണ്ണ, സിംഗം. ഒരു ഒറ്റക്കണ്ണ നോക്ക് ചിക്കുമ്പ എന്റെ കൈ കിട്ടും. പ്രമോഷനും മെഡലും ആ പോണം. എന്തോന്നാ ഇത്? ഏത് കാലത്തെ വണ്ടി? എന്റെ കരിയറിലെ ആദ്യത്തെ കേസാണ്. നീയൊക്കെ കൂടെ അത് തൊലയ്ക്കൂടാ മഹാഭാവികളെ. എന്റെ പ്രമോഷൻ അങ്ങോട്ട്
ക്യാമറ ഉണ്ട്, എന്റെ പേര് പറ്റി വരികയാണോ? ഇത് എന്തോന്നോ ഇത് ഇത്ര സ്പീഡാണോ? ഒന്ന് പെട്ടെന്ന് പോടേ. എന്തിനാ എന്തിനാ നോക്കണത്? കുടിച്ചത് പോരെ? എന്നാണ് നീ അടിക്കണ? നീ മോട്ടിച്ചത് മാത്രമേ കൂച്ചത്തുള്ളൂ അല്ലടേ. കഷ്ടം. നിനക്കൊക്കെ ഞങ്ങളെ പോലെ പണിയെടുത്ത് കുടിച്ചു വിടറാ മാക്കറികളെ. നീയൊക്കെ കാറില്ല. 50 കോടി 50 കോടി 50 കോടിയാ? അതപ്പോ അറിയില്ലേ? പിന്നെ അല്ല എടാ, രവിയണ്ണൻ ആരാണെന്നാണ് നിന്റെ വിചാരം? ലോകത്തിൽ ആരും കുടിക്കാത്ത കുപ്പിയാണിത്. വെറുതെ അല്ല അണ്ണൻ അത്രയും വില കിട്ടി. ടച്ചടി പോണതൊക്കെ കൊള്ളാം. രണ്ടെണ്ണം തിരിച്ചു വന്നോണം. നിന്റെ ക്രിസ്മസ് ഹോമ നമ്മളെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നിന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ ക്രിസ്മസ് ഹോമ കാണൂല. പോയിട്ടോടാ. മര്യാദക്ക് പറ, എന്റെ കുപ്പി എങ്ങനെ കിട്ടി? നേരത്തെ കുക്ക പറഞ്ഞില്ല അണ്ണാ, ഗിഫ്റ്റ് കിട്ടിയതാ. മര്യാദക്ക് പറ. ബസ്സില്. ഏത് ബസ്സില്? അണ്ണൻ നേരത്തെ തന്നെ മണ്ണ് ഇരിച്ചപ്പോ ഓർത്ത് തന്നെ പൊക്കി എടുത്തില്ലേ അവൻ. ഓ അവനവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് അണ്ണാ. എവിടെ? നമ്മുടെ വെട്ടുകാട്. അവള് ന്യൂ ഇയർ ആയിട്ട് നമ്മളെ അവനെ വീട്ടിലേക്ക് വിളിച്ച് നമ്മൾ കൂടെ പോയുള്ളൂ. നമ്മൾ പുറത്ത് നിന്ന് ആ വീടിനകത്ത് കയറി തിരിച്ചിറങ്ങി വന്നപ്പം അവന്റെ കയ്യിൽ ഒരു കുപ്പി ഇരുന്ന്. നമ്മൾ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താന്ന് പറഞ്ഞു. ആ വീട്ടിലെ പെണ്ണ്. അവളെ ഇനി കണ്ടാ തിരിച്ചറിയോ? അറിയാണ അറിയാം. അതൊക്കെ പറയടാ. ആ തോലം കേട്ട ഇതാണോ? ഇതല്ല അണ്ണാ, പക്ഷെ നല്ല മുട്ടാക്കൻ. ഇത് അല്ലല്ലേ? തന്നെ അണ്ണാ, ഇത് തന്നെ അണ്ണാ, ഇത് തന്നെ. അണ്ണാ അണ്ണാ എന്തിനാണ് പണി? വേറെ ഐറ്റംസിനെ പോട്ടണ്ട. क्या हुआ? क्या हुआ? तेरा वाला मेरा बोतल. തലത്തിൽ കെറ്റുന്നു താഴെ ഇറങ്ങുന്നു, തലത്തിൽ കെറ്റുന്നു താഴെ ഇറങ്ങുന്നു. ഇവര് മടുക്കൂലേ? ഇവിടെ ഒന്ന് നിർത്തണേ. ഈ ഡയനെന്തിന് ആത്മഹത്യ ചെയ്തു? ഞാൻ ആ കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് വരായിരുന്നെ. എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയെ? അളിയ ഇവളെ മുമ്പോട്ട് പീസ് ഇറങ്ങിയത്. അത് ഇവളല്ലടാ. ഇവളെ പോലെ കാണാതിരിക്കുന്ന വേറെ പെണ്ണ് എനിക്കറിയാം. അത് ഇവളല്ല. ഡയൻ അങ്ങനെ ചെയ്യൂല. ഇവളല്ലേ? ഡയൻ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്കറിഞ്ഞൂടെ? ഉറപ്പാണ്. ഡയനെ പറ്റി നീ അനാവശ്യമായിട്ടൊന്നും പറയില്ല. നീയൊക്കെ ഒന്ന് നിർത്തോ. കുറെ നേരം ഷോം പറച്ചിലൊക്കെ തുടങ്ങിയിട്ട് ആത്മഹത്യയും കൊലപാതകമൊക്കെ ആയിട്ട്. പിന്നെന്ത് ചെയ്യണം? എടാ നീയൊക്കെ എങ്ങനെ, എന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാന്ന് പറ. എന്ത് പ്ലാൻ അളിയാ? എടാ നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ വല്ല 5 സ്റ്റാർ ഹോട്ടലിലും പോയിരുന്ന് റൂം എടുത്ത് വെള്ളം അടിച്ച് അവിടെ നിന്ന് സീനായ അങ്ങനെയൊക്കെ ആവണേക്കാളും നല്ലതല്ലേ ഇപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് രണ്ടടിച്ച്. അതെ, ഈ വെള്ളമടി നടന്നു എന്നുള്ള കാര്യം സത്യം. പക്ഷെ ഈ നട്ടപ്പാതിരിക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചു എന്ന് പറഞ്ഞുണ്ടല്ലോ, എന്റെ പെറ്റ തള്ളയാണ് നിന്റെ തലയിട്ട് കൂട്ടി തെരിഞ്ഞ്. അത് കലക്കിളിയ അല്ല. എന്നാലും കാറ്റൊക്കെ അഴുവാതെ അളിയാ. അടുത്ത ഒഴി ഒഴി അഴുവാക്കെ വിളിച്ച എന്നെ. നീ നമ്മുടെ ഡയനയുടെ കഴിഞ്ഞ പടം കണ്ടായിരുന്നു? ഏതളിയ? അളിയ മറ്റേ മറവിൽ തിരുവ്. ഞാൻ ഈ സിനിമ പോടെ കലാബോധമില്ലാത്ത കുറച്ച് വെള്ളം ട്രൈ ആടേ. വെള്ളമൊക്കെ തീർന്ന്
അല്ലേ നീ തണുപ്പത്ത് ട്രൈ ചെയ്യാം. For Diana. For Diana. വണ്ടി അപ്പുറത്തെ കുഴിയിൽ പോയി എന്നാണ് തോന്നണം. കളിയെ പോയി നോക്കണോ? ഇവിടെ പോണ വെള്ളം അടിച്ചിട്ട് ആരും കണ്ട പ്രശ്നവും മാങ്ങ മണി വണ്ടിയാണ്. മര്യാദക്ക് കടറ അച്ഛടി പോയത്. Esperito mamaitira. Esperito mamaitira. Boss, you have a message. क्या है? Rupees 200 crores has been credited to your account by Spanish Don. Oh, Sumbi got it. Don speaking. Hala Don. Kiloma di Chaco Chori. Mani Skola Pelka. Marimba Sumba Koto. Alimba Kubo. ATM Sukura Marili Chiki. Sanuka Mena 200 crore tufa okay. Zumbi bye. Marimba Kurkosi. उसका कलम Hey Ravi, come here. എന്തിനാ രവി എന്റെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം തന്റെ കുപ്പിയുടെ ശക്തിയാണ്. താങ്ക് യു സോ മച്ച് രവി ഫോർ യുവർ ബോട്ടിൽ ലവ് ആൻഡ് എസ്പെഷ്യലി യുവർ അപ്പം. ഇവ മറന്നില്ലേ? മൈ ഡിയർ ബോയ്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഞാനിപ്പോ എന്താ തരും? കുപ്പി. കുപ്പിക്ക് പകരം കുപ്പി. രവി, ഒരു കുപ്പി ബോയ്സിന് കൊടുക്കും. ഈ രാത്രി ഇനി കുപ്പിയോടെ കിട്ടാൻ വണ്ടി കുപ്പി ഇരിപ്പുണ്ട്, എടുത്തോട് കൊടുക്കണ ഉണ്ടാ? എങ്കിൽ എടുത്തു കൊടുക്കും. നീ ഓപ്പിയർ അടിക്കൂടെ? ഉണ്ടെങ്കി അടിക്കാം. ഇല്ലാണ്ട് പിന്നെ എവിടെ പോകണ്ടേ? റംബൂട്ടാൻ ഫാദറിനോട് പൈതങ്ങൾ അടിക്കട്ടെ. പോയിട്ടോ എനിക്ക് നിന്നെ സീക്രട്ട് ആയിട്ടൊന്ന് കാണണം. ഒരു കാര്യം, കുപ്പി കണ്ടില്ല.
നീ അതിൽ നിന്നെടുത്ത് ഇതിലൊഴിച്ചല്ലടാ കള്ളറായല്ലേ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. എന്തിനാ നോക്കണത്? അളിയാ നമ്മുടെ തുമ്പി. Come on. അപ്പോ ഞാൻ ആരായി? രവി, ക്ലേ രവി. ഐ സ്പോക്ക് ടു റംബുട്ടാൻ. പുള്ളിക്ക് കുറച്ച് അപ്പങ്ങൾ കൊടുക്കണം. ചക്കയപ്പം, കുഴലപ്പം, അച്ചപ്പം, ഊത്തപ്പം, all send it to Portugal through postal couriers. സാറേ ഞങ്ങള് പോയിക്കോട്ടെ ഇപ്പൊ. Go enjoy. Happy New Year. ഹാപ്പി ന്യൂ ഇയർ മുട്ട ബസ്. പിന്നെ പോകുമ്പോ എത്തോളിയും കൂടെ എടുത്തോണ്ട് പോയി. Ravi will be passing all of them. മാഷെ എനിക്ക് എന്തുവാണ് എവിടെ വന്നാലും അടിച്ചു കിടന്നു. ഞാൻ പോടാന്ന് വിചാരിച്ച എനിക്കെല്ലാം മനസ്സിലായി കേട്ടാ. മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിലോ ഈ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഈ 50 കോടി എനിക്കും കൂടെ ഉള്ളതാ. തരാൻ നിനക്ക് ഇല്ലേ? ഡോണോട് പറയും. ഡോണിന്റെ ധൃതി വേണ്ട, സ്ത്രീധനമായിട്ട് വന്നാ മതി. പോട്ടെ. അപ്പൊ ഇതാണോ കുപ്പിയിടക്കൽ? അപ്പൊ ഇതാണോ കുപ്പിയിടക്കൽ? ഇത് അപ്പാപ്പൻ. ചെറുക്കാൻ വലിയ കുഴപ്പമില്ലല്ലേ? കുറച്ചുകൂടെ വലുതാവട്ടെ. അപ്പൊ ആലോചിക്കും. അണ്ണാ ഒരു സംശയം ചോദിച്ചോട്ടെ? ബ്രോ. അത് പിന്നെ ആ ഡോണ് വെടിവെച്ചപ്പം അണ്ണൻ ഇതിനെ ശാരദയെന്ന് വിളിച്ചോടിയത് അതെന്ത് സംഭവം? അണ്ണൻ ചോദിക്കല് അണ്ണന് ഫീൽ ചെയ്യും. അണ്ണന്റെ പഴയ ഭാര്യയാണ്. പോട്ടെ. ആ കൊച്ചിനോട് കാണാ പാപ്പ എടുത്തോണ്ടോ? ആ പാപ്പനെ എടുത്തോണ്ട് പോവാൻ. എടുത്തോണ്ട് പോടാ. അതിനാ ഇപ്പൊ കൊണ്ടോ അവിടെ അടയ്ക്കാറായി. പിന്നെ കുപ്പി എടുത്തു, നടിയുടെ പ്രശ്നവും തീർത്തു. ഇനി അതെന്ത് ചെയ്യൂടാ? നേരെ നമ്മൾ ഫ്ലാറ്റിൽ പോകുന്നു. പിന്നെ കല്യാണം. കല്യാണം കെട്ടട്ടാ. കുക്കോ, നീ വണ്ടി കയർ. ഒരു സ്ഥലമുണ്ട്, പറയാം, വാ. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. എടാ നിനക്ക് ഉറപ്പാണോ ഇവിടെ ഇട്ടാ പിന്നെയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? എടാ എന്തായാലും ഇതുവരെ ആയി. ഡിസ്പോസ് ചെയ്തല്ലേ പറ്റൂ. ബാക്കിയെല്ലാം വരുന്നിടത്ത് കാണാം. നീ ഇറങ്ങാം, നോക്കാം. പിന്നീട്
ക്രിസ്പി അവനോട് നീ എന്ത് പറയും? നീ അവനോട് പറ അവള് വന്നില്ലെന്ന്. പിന്നെ ചുമ്മാ മനുഷ്യനെ പറഞ്ഞ് കൊതിപ്പിക്കരുതെന്നും കൂടെ പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞു. ഹലോ ഡാ ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. ന്യൂ ഇയർ ആയിട്ട് മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. മുത്തേ അവൾക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അതുകൊണ്ടല്ലേ? ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ, ഞാൻ വിളിക്കാം. അപ്പൊ ഫ്ലാറ്റിൽ വന്നാരാ ചിരിച്ചത്, മരിച്ചത്, കളഞ്ഞത്? അപ്പൊ അതാരാ? ഡോൺ ഡോൺ ഒന്നും പേടിക്കാനില്ല. ഡോൺ അയച്ച ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. 3 പയ്യന്മാരല്ലേ. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. ആൻഡ് എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ കുപ്പിയും കൊണ്ടുവരും. താങ്ക് യു. ബൈ. എങ്കിലും അത് ആരായിരിക്കും? ഈ കൊച്ചുകൂടെ പറയാത്ത ആര് വിളിക്കുന്നു? ഇതേത് നമ്പർ? ഫോൺ എടുത്ത് സ്പീക്കറിലിട് മാഷെ. ഹലോ, ബേസിൽ, കോക്കോ, रोहिणी. യെസ്. मेरा जीवन बाकी तरह എന്തിരെന്ന്? जीव बो बा किधर है? किधर है? ആമസോൺ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മാനി ജോയിൻ ഇല കണ്ടുവരുന്ന മാനി ജോയിൻ അത് പെറുക്കിയെടുത്ത് ഉണക്കി പൊടിച്ച് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന സിംഹവാലൻ കുരങ്ങിന്റെ കാഷ്ടം അതിനെ പാലിൽ മുക്കി ഉണക്കി പൊടിച്ച് പേപ്പറിൽ ചുരുട്ടി കൈകൊണ്ടുണ്ടാക്കുന്ന എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന എന്റെ കിതറേ 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്റെ ജീബൂമ്പ എനിക്കിവിടെ കിട്ടണം. ഇതാണ് ജീംബൂമ്പ. വീണ്ടും മൈനസ്.
പിടിക്കണം. ഹലോ സാർ. അല്ല സാർ, ഇവിടെ സാർ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് സാഹസികമായി കില്ലറേയും ഡയാനയുടെ ബോഡിയും കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, കണ്ടുപിടിച്ചു സാർ. സാർ, ബട്ട് ദ സാഡ് ന്യൂസ് ഈസ് കില്ലർ ഈസ് നോ മോർ. ആ മുംബൈ ഡോണില്ലേ സാർ, അവരുടെ സഹായം ഡോൾബി, അവരും കില്ലറും കൂടെയാണ് സാർ. എല്ലാ പ്ലാനും. ബട്ട് അഗെയിൻ ദ സാഡ് ന്യൂസ്, ഷീ ടു ഈസ് നോ മോർ. അല്ല സാർ, സാറ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുംബൈ പോയി കേസ് അന്വേഷിക്കാം സാർ. കുഴപ്പമില്ല. ഓക്കെ സാർ, ജയ് ഹിന്ദ് സാർ. ഓക്കെ സാർ. ലോകങ്ങൾ അറിയാം.